നമസ്കാരം. പാർട്ടി എന്നത് ഒരാളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയ കവചമല്ല. അത് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ത്യാഗവും വിശ്വാസവും കൊണ്ട് പണിത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്നാൽ ഇന്ന് CPM-നകത്ത് ഉയർന്ന ഏറ്റവും വലിയ ചോദ്യവും അത് തന്നെയാണ്. ഒരു നേതാവിന്റെ മകളെ സംരക്ഷിക്കാനാണോ പാർട്ടി, അതോ പാർട്ടിയെ സംരക്ഷിക്കാനാണോ നേതൃത്വം? പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനെതിരെ ED അന്വേഷണം ഉണ്ടായാൽ അത് തടയാൻ പാർട്ടിക്കാർ ഉണ്ടാകുമെന്നും, എന്നാൽ മകൾക്കെതിരെ അന്വേഷണം വന്നാൽ പാർട്ടിക്കാരെ വിളിക്കരുതെന്നും CPM കൊല്ലം ഏരിയ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് മുഖ്യ ഉത്തരവാദി പിണറായിയാണ്. തോറ്റു തൊപ്പിയിട്ടിട്ടും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് നടത്തിയ ഈ പാർട്ടിയിലേക്ക് ഇനി ആരു കടന്നു വരുമെന്നും അംഗങ്ങൾ ചോദിച്ചു. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി അടിയന്തരമായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണം. സംസ്ഥാന സെന്ററും വൻ പരാജയമായി, അതും അഴിച്ചു പണിയണം. TV കമ്പനിയുടെ പരസ്യം പോലെ പിണറായിയുടെ പടം മാത്രം വെച്ച് നാട്ടിൽ മുഴുവൻ ബോർഡ് വെച്ചത് ജനങ്ങളെ വിറപ്പിച്ചു. കാലഹരണപ്പെട്ട പ്രചരണ തന്ത്രം ഉപദേശിച്ചു കൊടുത്ത ആ PR കമ്പനിയെ കുറിച്ച് അന്വേഷണം വേണം. MV ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നു. അതോടെ സഖാക്കൾക്ക് ഈ പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനങ്ങൾ പാർട്ടിക്കാർ പോലും കാണാതായി. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം പരാജയപ്പെട്ടുവെന്നും അംഗങ്ങൾ വിമർശിച്ചു. ഇവിടെയാണ് CPM-ന്റെ ചരിത്രവും ഇപ്പോഴത്തെ യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ വൈരുദ്ധ്യം തെളിയുന്നത്. ഒരു കാലത്തെ വ്യക്തിയേക്കാൾ പാർട്ടിയാണ് വലുതെന്ന് പഠിപ്പിച്ച പ്രസ്ഥാനം ഇന്ന് വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള പ്രതിരോധ രാഷ്ട്രീയത്തിലേക്ക് ചുരുങ്ങുന്നുവെന്ന വിമർശനം ശക്തമാവുകയാണ്. സാധാരണ പ്രവർത്തകൻ ഒരു ആരോപണം നേരിട്ടാൽ നിയമ നടപടികൾക്ക് മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. എന്നാൽ അധികാരത്തിന്റെ കേന്ദ്രവുമായി ബന്ധമുള്ളവരെ സംരക്ഷിക്കാൻ പാർട്ടി മുഴുവൻ രംഗത്തിറങ്ങുന്ന, അല്ലെങ്കിൽ അണികളെ കൂടി രംഗത്തിറക്കുന്ന ചിത്രം ജനങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരും. വീണ വിജയൻ കുറ്റക്കാരിയാണോ അല്ലയോ എന്നത് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസികളും കോടതികളുമാണ്. എന്നാൽ അതിനു മുൻപേ തന്നെ രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ വലിയ മതിൽ പണിയുന്നത് എന്തിനാണെന്നതാണ് വിമർശകരുടെ ചോദ്യം. കാരണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആരും അന്വേഷണത്തിന് അതീതരല്ല. കുടുംബ ബന്ധം രാഷ്ട്രീയ പ്രതിരോധത്തിനുള്ള ലൈസൻസ് ആകാനും പാടില്ല. ഇതോടൊപ്പം മറ്റൊരു യാഥാർത്ഥ്യവും മറക്കാനാവില്ല. CPM-നകത്ത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ചിലയിടങ്ങളിൽ പിണറായി വിജയനെ വിമർശിക്കുന്നതിന് പോലും വിലക്കുണ്ടെന്ന പരാതികൾ പുറത്തുവന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും വീണ വിജയനെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണെന്ന ആശങ്കയും പ്രവർത്തകർക്കിടയിലുണ്ട്. ഒരു പ്രസ്ഥാനം അതിന്റെ കൊടിയുടെ നിറം കൊണ്ട് മാത്രമല്ല നിലനിൽക്കുന്നത്, അതിന്റെ നൈതിക വിശ്വാസ്യത കൊണ്ടുകൂടിയാണ്. ആ വിശ്വാസ്യതയ്ക്ക് മുകളിൽ സംശയത്തിന്റെ നിഴൽ വീഴുമ്പോൾ ഏറ്റവും ആദ്യം തകരുന്നത് മതിലുകളല്ല, പ്രവർത്തകരുടെ മനസ്സാണ്. ഇന്ന് CPM നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി പ്രതിപക്ഷമല്ല, കേന്ദ്ര ഏജൻസികളുമല്ല, പാർട്ടി ആർക്കായാണ് പോരാടുന്നത് എന്ന ചോദ്യം സ്വന്തം അണികൾക്കിടയിൽ ഉയരുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടി മുഴുവൻ ഊർജവും ചെലവഴിക്കുന്നുവെന്ന തോന്നൽ ശക്തമാകുമ്പോൾ സാധാരണ പ്രവർത്തകന്റെ വിശ്വാസം പതിയാകലും. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പറയുന്നത് ഒരു കാര്യമാണ്: വ്യക്തികളെ രക്ഷിക്കാൻ സ്ഥാപനം ഉപയോഗിക്കുന്ന നിമിഷം മുതൽ സ്ഥാപനത്തിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങും. വീണ വിജയന്റെ കേസിൽ നിയമം അതിന്റെ വഴിക്ക് പോട്ടെ, അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ. എന്നാൽ അതിനെ മുഴുവൻ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വവുമായി ബന്ധിപ്പിച്ചു കാണുന്നത് CPM-ന് തന്നെ കൂടുതൽ ബാധ്യതയും പ്രതിസന്ധിയും സൃഷ്ടിക്കുമെന്ന വിമർശനമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കാരണം ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഒരു നേതാവിന്റെ കുടുംബത്തെ രക്ഷിക്കുകയല്ല, ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വിശ്വാസത്തെ കാക്കുകയാണ്.